നാട്ടുവിളിഷന്റെ ന്യൂസ് അറ്റ് 7 വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തച്ചനാട്ടുകര കാരാട് കാവിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം സമാപനമായി. സമാപന ദിവസം കിഴക്കുംപുറം ഭാഗത്തേക്ക് എഴുന്നള്ളിപ്പും ഉണ്ടായി. വാർത്ത വിശദമായി. കഴിഞ്ഞ ഒരാഴ്ചയായി തച്ചനാട്ടുകര കാരാട് കാവിലമ്മ ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു വന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് സമാപനമായി. രാവിലെ ഗണപതി ഹോമം, തുടർന്ന് പ്രഭാതപൂജകൾ, കലശപൂജകൾ, വിശേഷ പൂജകൾ, കലശാഭിഷേകം എന്നിവ ഉണ്ടായി. ക്ഷേത്രത്തിലെ പുതിയ ഊട്ടുപുരയുടെ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ ഊട്ടുപുരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് പ്രസാദൂട്ടുമുണ്ടായി. വൈകിട്ട് ഗ്രാമപ്രദക്ഷിണത്തോടുകൂടിയാണ് ഉത്സവത്തിന് തുടക്കമായത്. ആന, ചെണ്ടവാദ്യം, തമ്പോല എന്നിവയുടെ അകമ്പടിയോടെ കിഴക്കുംപുറം ഭാഗത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടായി. തുടർന്ന് തിരിച്ചെഴുന്നള്ളിപ്പും ഉണ്ടായി. ഗ്രാമപ്രദക്ഷിണ ശേഷം എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തി പ്രദക്ഷിണം വെച്ചു. ഗ്രീൻ മൗണ്ട് അട്ടപ്പാടി അവതരിപ്പിച്ച തമ്പോല കാണികൾക്കും ഉത്സവത്തിനെത്തിയവർക്കും കൊഴുപ്പേകി. രാത്രി മണ്ണാർക്കാട് ഹരിദാസ്, മോഹൻദാസ് എന്നിവർ അവതരിപ്പിച്ച ഡബിൾ തായമ്പക അരങ്ങേറി. രാത്രി ഗുരുതി തർപ്പണവും ഉണ്ടായി. ക്ഷേത്രം ചടങ്ങുകൾക്ക് മേൽശാന്തി രാജീവൻ തിരുമേനിയും ക്ഷേത്രം താന്ത്രിക ചടങ്ങുകൾക്ക് കാരുമാത്ര വിജയനും മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവത്തിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വിവിധ ദിവസങ്ങളിൽ ഓട്ടംതുള്ളൽ, പ്രഭാഷണം, കൈകൊട്ടിക്കളി, അയ്യപ്പൻപാട്ട്, സമ്പൂർണ്ണ നാരായണീയ പാരായണം, തിരുവാതിരക്കളി, സർവേശ്വര പൂജ, നൃത്തനൃത്യങ്ങൾ, ലളിത സഹസ്രനാമജപം എന്നിവയോടൊപ്പം ഭക്തരുടെ ചുറ്റുവിളക്ക് സമർപ്പണവും ഉണ്ടായി. ഉത്സവത്തിൻ്റെ നടത്തിപ്പിനായി പ്രത്യേക ആഘോഷ കമ്മിറ്റിയും മാതൃസമിതിയും രൂപീകരിച്ചിരുന്നു.
നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.